ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് അഴീക്കോട് മുനക്കൽ ബീച്ച് കാണാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പുത്തമ്പള്ളി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്, ബീച്ചിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണത്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ടീ റോഡിൽ ചെന്ന് ചേരും. അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ നേരെ കടപ്പുറമാണ്. ഇതാണ് ആ ടീ റോഡ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോകുന്നതാണ് നേരെ കടപ്പുറത്തിൻ്റെ ഫ്രണ്ടിലുള്ള കവാടത്തിൻ്റെ അവിടെ തന്നെ നമ്മൾ ചെന്ന് ചേരും. അവ നമ്മൾ കവാടത്തിൻ്റെ തൊട്ട് മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് തൊട്ട് ഫ്രണ്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഹലോ ഗേയ്സ്, നമസ്കാരം. കേട്ടോൺ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് അഴീക്കോട് മുനക്കൽ ബീച്ചിലാണ്. കൊടുങ്ങല്ലൂരത്തെ അഴീക്കോട് മുനക്കൽ ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അടിപൊളി മനോഹരമായ നല്ല സൂപ്പർ ബീച്ചാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കമോൺ. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു ഓഫീസ് കാണാം. തൊട്ട് ഫ്രണ്ടിലൊരു നല്ലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു നല്ല അടിപൊളി ഒരു പാർക്ക് ഉണ്ട്. കുറച്ച് സംഭവങ്ങളൊക്കെ അതിലുണ്ട്. 10 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാം. അടിപൊളിയാണ്. ഇത് നമ്മുടെ കൊറോണ കാലത്ത് അവർ സ്ഥാപിച്ച ഒരു സ്റ്റാച്ചു ആണ്. അത് കൊറോണയുടെ ഭാഗമായിട്ട് സുരക്ഷയും ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റാച്ചു ആണത്. ഇവിടെ ഏത് വെയിലത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് വെയിൽ കൊള്ളേണ്ട കാര്യമില്ല. കാരണം നല്ല കാറ്റാടിയുടെ തണൽ അടിപൊളിയാണ്. അവിടെ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. അവർ കുറച്ച് വെയിലത്ത് നിന്നാലും അവർക്ക് ഇത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ആ മീനൊക്കെ ഒന്ന് പിടിക്കണമെന്ന് കണ്ട വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ സൈഡിൽ കണ്ടില്ലേ, നല്ല തണലാണ്. ഈ തണലത്തിരുന്നിട്ട് ഈ കടലിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സുഖമായിട്ട് കഴിയും. ഈ കടപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ കാണാൻ വരുന്നവർക്ക് കടലിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് കരയുണ്ട്. പണ്ട് കാലത്ത് ഇത് കടലായിരുന്നു ഇവിടെയൊക്കെ. ഇവിടെ നിന്ന് കടൽ ഇറങ്ങിപ്പോയി കരയായി മാറിയത്. ഏക്കർ കണക്കിന് സ്ഥലം അങ്ങനെ കരയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ ഫ്രണ്ടിൽ അടിപൊളിയാണ്. നമ്മൾ ചെറായി ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കൽത്തട്ടിലിരുന്നിട്ട് ആ കൽമുട്ടിലിരുന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ്, തൊട്ടടുത്താണ് കടൽ. അവിടെ സ്ഥലം കുറവാണ്. ഇവിടെ വിശാലമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഫ്രണ്ടിൽ തന്നെ. അറ്റൻഷൻ ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വരുന്നവരും അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അവർ ആ ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ ബോർഡിനെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കടലിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പെട്ടെന്നുള്ളൊരു ഇതിൽ നമ്മൾ എടുത്ത് ചാടിയാലും നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ട ഒരിത് വരാൻ പാടില്ല. കടലൊക്കെ നമുക്ക് മനോഹരമായി അകലെ നിന്ന് കാണാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കടലിൻ്റെ ഉള്ളിലേക്കുള്ള ഈ കൽമുട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. ആദ്യമൊക്കെ നമ്മളുടെ ഇപ്പം ഞാൻ നിൽക്കുന്ന സൈഡിലായിരുന്നു, അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഒരു 100-150 മീറ്ററോളം ഉള്ളിലേക്ക് ഈ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഈ അറ്റം വരെയൊക്കെ വന്ന് നമുക്ക് കടൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. വരുന്നവർ ശ്രദ്ധിച്ചിട്ട് വേണം. കാലൊക്കെ വീഴ്ക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവിടെ ചേട്ടന്മാർ ചൂണ്ടയൊക്കെ ഇടാനിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇറങ്ങണ്ട. കാരണം അവർക്കൊക്കെ പരിചയമുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഈ കടലിൻ്റെ മനോഹരമായ ഒരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നമ്മൾ ആ കാറ്റാടി മരങ്ങളൊക്കെ കണ്ടില്ലേ, അതിവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കരമായ ഒരു പച്ചലക്കൂട്ടം നിൽക്കുന്ന കൂട്ടി തോന്നും. പിന്നെ ഒരു അതിശയം, കടപ്പുറത്ത് ഇത്ര വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഈ വെയിലത്ത് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നമുക്കൊരു അത്ഭുതമാണ്. ഇതാണ് ആംഫി തിയേറ്റർ. ഇവിടെയാണ് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവലും പരിപാടികളൊക്കെ നടത്താറുള്ളത്. നമ്മുടെ അഴീക്കോട് ബീച്ച് കാണാൻ വരുന്ന സന്ദർശകർക്ക് മേൽക്കൂരയുള്ള വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഇരിപ്പിടവും പിന്നെ മറ്റുള്ള പുതിയ ഇരിപ്പിടങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയതൊക്കെ മാറ്റി പുതിയതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഐസ്ക്രീം വണ്ടികളൊക്കെ ഒരുപാടുണ്ട്. പിള്ളേരൊക്കെ കാത്തിരിക്കുന്ന ഐസ്ക്രീം വണ്ടികളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്.
പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം ഉപ്പിലിട്ട ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കിട്ടും. ഇതേ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ കസാരകളൊക്കെ ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇന്നൊരു ഇട ദിവസമാണ്, എന്നിട്ടും കുറച്ച് പേരുണ്ട്. ശരിക്കും ഞായറാഴ്ച, ശനി, ഞായർ അങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ, ഒരുപാട് ആൾക്കാരായിരിക്കുള്ളൂ അവിടെ ഉണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉപ്പിലിട്ട സാധനം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കാണ്ട് ആരും പോകില്ല. കൂടുതലും നമ്മളുടെ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വരുമ്പോൾ തന്നെ ഇത് മേടിച്ച് കഴിക്കലാണ്. അപ്പം ഇതെൻ്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പം അവർക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അവർ മുഖം കണ്ടാൽ അറിയാം. എല്ലാവരും നല്ല അടിപൊളി സന്തോഷത്തിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടിപൊളിയല്ലേ? അടിപൊളിയാണോ? കണ്ടാ, അടിപൊളി. അവിടെ അടുത്ത് ഒരു ഗിറ്റാറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹപൂർവ്വമായ സപ്പോർട്ട് തീർച്ചയായും എനിക്ക് വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.